ന്യൂസ് 10 ആദ്യം പോകുന്നത് എറണാകുളം വൈറ്റിലിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ റെയിൽവേ ട്രാക്കിലേക്ക് ഈ മൃതദേഹം തള്ളിയത് ഉൾപ്പെടെയുള്ള സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നത് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നു പോലീസ്. പൊന്നുരുന്നി സ്വദേശി ഷാജിയുടെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് രേഖപ്പെടുത്തിയതാണ്. കൊല്ലപ്പെട്ട സുധാ ബേബിയും മുൻ ഹൈക്കോടതി ജീവനക്കാരനായ ഷാജിയും സുഹൃത്തുക്കൾ ആയിരുന്നു എന്നതും വ്യക്തമാണ്. പിന്നീട് ഇവർക്കിടയിലുണ്ടായ അസ്വാരസ്യങ്ങൾ ആണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് ഷാജി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ഷാജി പറയുന്നത് അതേപടി വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പോലീസ്? മരണകാരണം ഇരുവർക്കും ഇടയിലെ അസ്വാരസ്യങ്ങൾ മാത്രമാണോ? ഈ വാർത്തയാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, ഇന്നലെ തന്നെ പ്രതിയിലേക്ക് പോലീസ് എത്തി, പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇത് ഒറ്റയ്ക്കാണോ പ്രതി ചെയ്തത്? എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിലെ ലക്ഷ്യം, കാരണം? ഇതാണ് പോലീസിന് അറിയേണ്ടത്. എന്താണ് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ ഡാനി? അഭിലാഷ്, ഇതിന്റെ ഈ കൃത്യത്തിന്റെ ഒരു തെളിവെടുപ്പിലേക്ക് അടക്കം പോലീസ് കടന്നിരിക്കുന്നു. ഇപ്പോൾ കൊച്ചി ക്രൈം DCP അശ്വതി ജിജ് തന്നെ ഇവിടെ നേരിട്ട് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ട്രാക്ക് പരിസരങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വരുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനകളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിലേക്ക്, വിശദമായ രീതിയിലൊരു തെളിവെടുപ്പിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. കാരണം പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നു. കാരണം ഷാജിയാണ് ഈ കൃത്യം നടത്തിയത് എന്നതും അതോടൊപ്പം തന്നെ അതിന് ഉപോത്ബലകമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പോലീസ് സമാഹരിക്കുകയും അതോടൊപ്പം തന്നെ ഇയാളിന്റെ മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ പോലീസിന് അത് ബോധ്യമുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇയാൾ പറയുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതുകൂടിയുള്ളൊരു പരിശോധന പോലീസ് സ്വാഭാവികമായും തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വൈറ്റ്ല ട്രാക്കിന് റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നതും DCPയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ഈ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ, പോലീസിന് ലഭിച്ചിട്ടുള്ള തെളിവ് അടക്കമുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഇപ്പോൾ DCPയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള വലിയ പോലീസ് സന്നാഹങ്ങൾ ഇവിടെയുണ്ട്. അതിനിപ്പോൾ ഈ ഷാജിയെ പോലീസ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ തുടക്കം മുതൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ എത്താനായിട്ട് സാധിച്ചതിൽ അതിൽ പ്രധാനപ്പെട്ടത് CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോണും ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ കാണുന്നത്. മൊബൈൽ ഫോണിന്റെ സിം കാർഡ് അത് ഊരി മറ്റൊരു ഫോണിലിട്ടതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ശേഖരിക്കുന്നു, ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതിനുശേഷം അത് CCTV ദൃശ്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നാണ് ഈ ഷാജിയെക്കുറിച്ചുള്ള ദൃശ്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നത്. ഏതാണ്ട് ഓരോ രാവിലെ ഈ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ഉച്ചയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനും എല്ലാം തന്നെ കഴിയുകയും ചെയ്തു എന്നത് തന്നെയാണ് ഇതിലേറ്റവും എടുത്ത് പറയേണ്ടത്. വളരെ പെട്ടെന്ന് പോലീസിന് പ്രതിയിലേക്ക് എത്താനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. ഈ പ്രതി കഴിഞ്ഞ കുറെ നാളുകളുമായിട്ട് ഇവരുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഇയാൾ കോടതി ജീവനക്കാരനാണ്. ഈ കൊല്ലപ്പെട്ട സുധയുടെ അമ്മയും അശ്വതി അവരും കോടതി ജീവനക്കാരിയായിരുന്നു. ഇതുവഴിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതി എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത്, കൊന്ന് ട്രാക്കിലേക്ക്, അതായത് റെയിൽവേ ട്രാക്കിലേക്ക് ഈ സ്ത്രീയെ തള്ളുവാനുണ്ടായ സാഹചര്യം എന്താണ്, ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് ഈ കൊല ആസൂത്രണം ചെയ്തത്, ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതിയായിട്ടുള്ള ഷാജിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ടില്ലല്ലോ. സംഭവം
യെസ്, ഡാനി തുടരുന്നുണ്ട്. ഡാനി, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. പ്രതി ഈ കൊലപാതകം നിർവഹിച്ചത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ ഷാജിയുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ, അതായത് പോലീസ് സമാഹരിച്ച തെളിവുകൾ, ഇതിനോട് അടുത്ത് നിൽക്കുന്നതാണ് മൊഴികൾ. അവൾ കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിലേക്ക് ഇയാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇയാൾ കാര്യങ്ങൾ വിവരിക്കുന്നു. എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ സംഭവിച്ചത് എന്നതെല്ലാം തന്നെ ചോദിച്ച് ഇയാൾ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇവരുടെ മുഖത്ത് സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ മുഖം ഇയാൾ മർദ്ദിച്ച് അത് വികൃതമാക്കുന്നു എന്നതാണ്. കാരണം അവർക്ക് സാരമായ രീതിയിൽ അവർക്ക് പരിക്ക് പറ്റുകയും അതോടൊപ്പം തന്നെ അവരിവിടെ തല ഇടിച്ച് ഇവിടെ വീഴുകയുമായിരുന്നു എന്നെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് അവരുടെ വാ ഒത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ മായ രീതിയിലാണ് ഇവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് പോലീസിന് മനസ്സിലാകുന്നത്. ഈ പരിക്കുകളുടെ സ്വഭാവവും എല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഇയാൾ പറഞ്ഞിരിക്കുന്നത് പലതവണ നേരത്തെയും പലതവണ ഇവിടെ വെച്ച് ഇവർ കണ്ടിട്ടുണ്ട്, ഇവരിവിടെ വന്നിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഇവരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ പരിചിതമായ ഈ ഇടത്തേക്ക് ഇവരെ തന്നെ വിളിച്ചു കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തത്. അവരൊരു സംശയവുമില്ലാതെ തന്നെ ഇയാൾക്കൊപ്പം തന്നെ ഇവിടേക്ക് വരികയും ചെയ്തിരുന്നു. കൊലപാതകം ഇയാൾ നേരത്തെ തന്നെ ഒരു ആസൂത്രണം ചെയ്തിരുന്നു എന്ന രീതിയിൽ തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നതാണ് സൂചന. കാരണം ഇവിടെ വന്ന വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. വാക്കുതർക്കത്തെ അങ്ങനെയൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെ ഇല്ലാതാക്കുക എന്നൊരു കാര്യം ഇയാൾക്ക് നേരത്തെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും താൻ ആലോചിച്ചിരുന്നതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ദിവസം ഇങ്ങനെ ഈ രീതിയിലേക്ക് പോകുമെന്ന് ഇയാൾ കരുതിയിരുന്നില്ല. ഈ വാക്കുതർക്കം ഈ രീതിയിലേക്ക് പോകുമ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് തന്നെയെങ്കിൽ അത് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ആ രീതിയിലേക്ക് അവർ അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊരു ദിവസമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് വന്നതല്ല. ഇന്നലെ സംഭവിക്കുമ്പോൾ അത് ഈ രീതിയിലേക്ക് കൊലപാതകത്തിലേക്ക് തന്നെ കലാശിച്ചു പോവുകയായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഇവരെ ഒരു മരണം സംഭവിച്ച ഇവർക്ക് പലതവണ ഇവർ പറഞ്ഞിട്ടുണ്ട്, പലരോടും തന്നെ ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്നത് കാര്യവും അതോടൊപ്പം തന്നെ താൻ ജീവനൊടുക്കുമെന്ന കാര്യത്തിലെല്ലാം തന്നെ പലതവണ പലരോടും തന്നെ ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളായിരുന്നു സുധ എന്നതാണ് ഇയാൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇവരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരിടം എന്ന രീതിയിൽ കൂടി ഇയാൾ മനസ്സിൽ കണ്ടിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ പോലീസിന്റെ ഒരു അനുമാനം ഇയാൾ തീർച്ചയായും തന്നെ ഇവിടെ വെച്ച് ഇവരെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവരികയും ഈ പരിസരം തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അതാകുമ്പോൾ ഇവർക്ക് തീർത്തും പരിചിതമായ ഒരു സാഹചര്യവും സ്ഥലവും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഇവിടേക്ക് ഇവരെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ വിജനമായ ഒരു സ്ഥലമാണ്. ഇത് നഗരമധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ട്രാക്കാണെങ്കിൽ കൂടിയും ഇവിടെ അങ്ങനെ വലിയ രീതിയിലേക്ക് ആളുകൾ കടന്നു വരാത്തതാണ്. മാത്രവുമല്ല റെയിൽവേ ട്രാക്കുകൾ കൂടുതലുള്ള ഒരിടമാണ്. അതുകൊണ്ട് ഇവിടെ ട്രാക്കിൽ ഉപേക്ഷിച്ച് കടന്നു കളയുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ഇയാളുടെ ഒരു തീരുമാനത്തിൽ അല്പം പാളിച്ചകൾ പറ്റിയത് ഈ ട്രെയിൻ കടന്നു പോകാത്ത ഒരു ട്രാക്കായിരുന്നു. ആ സമയത്ത് ട്രെയിൻ കടന്നു പോകാത്തൊരു ട്രാക്കിലേക്കായിരുന്നു ഇവരുടെ മൃതദേഹം ഉപേക്ഷിച്ചത്. അത് ഇവിടെ ഈ റെയിൽവേ ഷണ്ടിംഗ് യാർഡും മാർഷൽ യാർഡും എല്ലാം തന്നെ അടക്കമുള്ള ട്രാക്കുകൾ ഇതിലൂടെയുണ്ട്. അതിലൂടെ ചിലപ്പോൾ മാത്രമൊക്കെല്ലാമാണ് ട്രെയിൻ വരിക. പതിവായി ട്രെയിൻ കടന്നു പോകുന്ന ട്രാക്കുകൾ വേറെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ട്രാക്കിലേക്കല്ല ഇവരുടെ മൃതദേഹം കൊണ്ടുചെന്നിട്ടത്. അതുകൊണ്ടാണ് ട്രെയിൻ കയറി പോകാതിരുന്നത്. അങ്ങനെ ഇയാളുടെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലേക്കാകുമായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഒരുപക്ഷെ പിന്നീട് ഇത് കൊലപാതകമാണ് എന്നത് തെളിയിക്കപ്പെടാൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ആയില്ല സാഹചര്യങ്ങൾ. ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കാണുകയും ചെയ്തതിനെ തുടർന്ന് ഇവർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെയും പോലീസിന് ഇതൊരു കൊലപാതകമാണ് എന്നതിന്റെ എല്ലാ സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ മുഖത്തുണ്ടായ പരിക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിനത്
കണ്ട് മനസ്സിലാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിലേക്കടക്കം കടന്നത്. അതിനുശേഷമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മൊബൈൽ ഫോൺ ലഭിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ അതിന്റെ ലോക്ക് തുറക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അതിന്റെ സിം കാർഡ് ഊരി മറ്റൊരു ഫോണിലിട്ട് അതിനുശേഷം ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവസാന ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും വ്യക്തമാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തുകയും അതോടൊപ്പം തന്നെ പോലീസിന്റെ മറ്റൊരു ടീം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഇവർ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരാൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നത് പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. തുടർന്ന് ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നു. അങ്ങനെയാണ് ഷാജിയിലേക്ക് അന്വേഷണം എത്തുന്നത്. പിന്നീട് അറസ്റ്റ് നടപടികളും എല്ലാം തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അത്തരം നടപടികളും പൂർത്തീകരിക്കുകയും ചെയ്തു. പോലീസിനോട് ഇയാൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ തന്നെ ചെയ്തതാണ്, മറ്റാരുടെയും തന്നെ സഹായം ഇതിനില്ല. തന്റെ ഒരു സ്വസ്ഥത തകർക്കുന്ന രീതിയിലേക്ക് തങ്ങളുടെ ബന്ധം വളരുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെയാണ് ഇവരെ ആദ്യഘട്ടങ്ങളിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നതെല്ലാം തന്നെ പോലീസിനോട് പറയുന്നു. പക്ഷേ ഇവർ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് പോന്നിരുന്നു. അത് ഒരുപക്ഷെ ഈ മറ്റൊരു അവസരമോ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് അങ്ങനെ ആകാമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി അവരെ ഈ സംസാരം തർക്കത്തിലേക്കും എല്ലാം തന്നെ നീങ്ങുമ്പോൾ അത് മർദ്ദിച്ച ഇയാൾ അവശയാക്കുമ്പോൾ പിന്നീട് അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ഇവരെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇയാളൊഴിഞ്ഞ ഇടത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഇവരെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്, തുടർന്ന് ഈ ട്രാക്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനമായിട്ട് ഇക്കാര്യങ്ങളിലുള്ളത്. എന്തായാലും കൃത്യം താൻ തന്നെ നടത്തിയതാണ് എന്നത് ഈ ഷാജി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ്. ഇന്നലെ ഇവിടെ ഈ മൃതദേഹം കാണപ്പെടുമ്പോൾ അതൊരു കൊലപാതകമാണെന്നറിയുമ്പോൾ വല്ലാത്തൊരു നടുക്കം ഈ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ട്രെയിൻ തട്ടി പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ രീതിയിലേക്ക് ഒരു കൊലപാതകം ഇത് ഈ പരിസരത്ത് അങ്ങനെ അത് അത്ര പരിചിതമായ ഒരു കാര്യവുമല്ല. ഈ ചില അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം ഈ ഭാഗങ്ങളിലുണ്ട്. പോലീസിന്റെ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് തുടരുന്നതും കൊണ്ട് തന്നെ അതിനെല്ലാം ഒരു വലിയ പരിധിവരെ ശമനം ഇക്കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ ക്രിമിനലുകളുടെ ഒരു വലിയ കേന്ദ്രമായിട്ട് ഈ പരിസരം മാറിയിരുന്നു. അതിലെല്ലാം പോലീസ് തക്ക നടപടികൾ സ്വീകരിച്ചത് അമർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രീതിയിലൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്, ഒരു കൊലപാതകം തന്നെ ഇവിടെ നടക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താനും അറസ്റ്റ് രേഖപ്പെടുത്താനും എല്ലാം തന്നെ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ഇന്നിപ്പോൾ അതിന്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ CA അടക്കമുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി ഈ നടപടികൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം എങ്ങനെയാണ് നിർവഹിച്ചത് എന്നതിന്റെ വിവരങ്ങൾ ആണ് ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം പനച്ചിക്കാട് മൂലവട്ടം പൂവൻതുരുത്ത് സ്വദേശിനിയായിട്ടുള്ള സുധാ ബേബി 45 വയസ്സാണ്. പ്രതി KV ഷാജി 63 വയസ്സ്, വൈറ്റില പൊന്നുരുന്നി സ്വദേശി ആണ്. ഇവർ തമ്മിൽ പരിചയത്തിലായിരുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എന്താണ് ഈ കൊലകിയിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം എന്നതുൾപ്പെടെയാണ് വ്യക്തമാകേണ്ടത്. അതോടൊപ്പം ഈ പ്രതി എങ്ങനെയാണ് കുറ്റം നിർവഹിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. പ്രത്യേകിച്ച് മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഈ സുധയുടെ മുഖത്ത് കാര്യമായ പരിക്ക് ഏറ്റിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതെയാണ് ഷാജി സുധയെ കൊലപ്പെടുത്തിയത് എന്നതാണ് വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആ കുറ്റകൃത്യം എങ്ങനെയാണ് നിർവഹിച്ചത്? സുധയുടെ മുഖത്ത് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നു, കല്ലുവെച്ച് മുഖത്ത് മർദ്ദിച്ചിരുന്നോ എന്ന സംശയം അടക്കം ആണ് പോലീസിന് ഉള്ളത്. എങ്ങനെയാണ് ഈ കൊലപാതകം നിർവഹിച്ചത്? അതിനുശേഷം ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കുന്നതിനുള്ള നീക്കം ആയിരുന്നു ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ റെയിൽവേ ട്രാക്കിലേക്ക് സുധിയുടെ മൃതദേഹം എത്തിച്ചത്. പക്ഷേ നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യം ഫലം കണ്ടില്ല, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ വിജയിച്ചില്ല. കാരണം റെയിൽവേ ട്രാക്ക് മാറിപ്പോകുന്ന സാഹചര്യം, ട്രെയിൻ കടന്നു വന്ന ട്രാക്കിൽ ആയിരുന്നില്ല മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരു ട്രാക്കിലൂടെ
പോയ ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് തൊട്ടടുത്തുള്ള ട്രാക്കിൽ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടുവെന്ന് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ആണ് സുധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആ സമയത്ത്, അതായത് സുധയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുന്നതിന് ശേഷം ആ ട്രാക്കിലൂടെ ട്രെയിനുകൾ ഒന്നും സഞ്ചരിച്ചിരുന്നില്ല എന്നതിൽ നിന്ന് തന്നെ അതൊരു കൊലപാതകം എന്ന് പോലീസിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.